ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. ഹലോ ചങ്ങായീസ്, എല്ലാവർക്കും കവിസ്ഡ്രീംട്യൂബിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ് ബട്ടർഫ്ലൈയുടെ. അപ്പൊ ഇപ്പൊ ഈ കാണുന്ന പോലുള്ള ബട്ടർഫ്ലൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അധികം സംസാരിച്ച വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു കുട്ടി കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ ഇന്നലെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് തരം പേപ്പർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെന്ന്. ഒറിഗാമി പേപ്പർ ആണോ എന്ന്. ഒറിഗാമി പേപ്പർ അല്ല, ഇത് സാധാരണ കളർ പേപ്പർ ആണ്. ഒരുപാട് പ്രൈസ് ഒന്നുമില്ല, 2 രൂപ അല്ലെങ്കിൽ 3 രൂപയ്ക്കൊക്കെ നമുക്കിത് കിട്ടും. എന്തായാലും ഒരു 5 രൂപയ്ക്ക് താഴെ മിക്കവാറും ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഒറിഗാമി പേപ്പർ കിട്ടാത്തവർക്കും ഇതുപോലുള്ള കളർ പേപ്പറുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഇതിൽ നിന്ന് ഞാനൊരു 15 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയുള്ള ഒരു പോർഷൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇന്നത്തെ ബട്ടർഫ്ലൈസ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പേപ്പർ 15 സെന്റിമീറ്റർ നീളവും വീതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് നേരെ രണ്ടായിട്ടങ്ങ് മടക്കുക. ഓക്കെ, മടക്കിയിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ നല്ലൊരു മാർക്ക് ഇടുക. അവിടെ നന്നായിട്ട് പേപ്പർ മടക്കുക. ഓക്കെ, നമ്മളിങ്ങനെ പേപ്പർ മടക്കിയെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ മേളിൽ നിന്ന് താഴേക്ക് മടക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് മടക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ 15 സെന്റിമീറ്റർ അല്ലേ നീളവും വീതിയും, അതുകൊണ്ട് എങ്ങനെ മടക്കിയാലും പ്രശ്നമില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പേപ്പർ നേരെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മാർക്ക് ഇട്ടതിന് ശേഷം ഇനി ഈ പേപ്പറിനെ നമ്മളിങ്ങനെ നൂത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൽ നിന്റെ ഈ സൈഡിൽ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഈ മാർക്കിന്റെ അവിടേക്ക് ഈ പേപ്പറിനെ മടക്കി വെക്കാം. അതായത് ഇങ്ങനെ മടക്കുക. ഈ മാർക്കിന്റെ അവിടേക്ക് അറ്റം, പേപ്പറിന്റെ അറ്റം വരുന്ന പോലെ മടക്കിയെടുക്കുക. അതേപോലെ തന്നെ ഈ അറ്റവും നടുക്ക് നമ്മൾ ആ മടക്കിയ മാർക്കിന്റെ അടുത്തേക്ക് വരുന്ന പോലെ മടക്കിയെടുക്കുക. ഇപ്പം എന്താ, ഇങ്ങനെ നമുക്ക് പേപ്പർ കിട്ടും. ഓക്കെ ആയില്ലേ? ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ ഫസ്റ്റ് മടക്കിയ മടക്കാണ് ഈ നടുക്ക് കാണുന്നത്. ആ സൈഡിലേക്ക് നമ്മുടെ പേപ്പറിന്റെ രണ്ടറ്റവും ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇനി ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു പോർഷൻ എടുത്ത് നമുക്ക്, അതായത് കൈ ഇതാ ഇവിടെ ഒരു വിരലിതാ ഇത്രയും കുറച്ച് പോർഷൻ മേളിലും താഴോട്ട് ഇച്ചിരി ലെങ്തി പോർഷനും വരുന്ന പോലെ കൈ ഇങ്ങനെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ഇവിടെ പിടിച്ചു കൊടുക്കുക. അപ്പൊ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് കുറച്ചുള്ള അളവും ഇവിടുന്ന് ഇങ്ങോട്ട് ഇച്ചിരി ഏറെ അളവും ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ വിരല് പിടിച്ചു കൊടുക്കാൻ. പിടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് വെളിയിലേക്ക് അങ്ങനെ മടക്കുക. മടക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് മടക്കുക. മടക്ക് കറക്റ്റ് ആയതിനു ശേഷം നിങ്ങൾ ആ മടക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കിട്ടിയില്ലേ? അതുപോലെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ വിരൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പേപ്പർ പിടിച്ചുകൊണ്ട് പേപ്പർ അങ്ങനെ പിടിച്ചുകൊണ്ട് മടക്കിയെടുക്കുക. വെളിയിലേക്ക് ഈ വശവും മടക്കിയെടുക്കുക. കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ ആ 2 സൈഡും മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കിട്ടും, കണ്ടില്ലേ? ഇനി അതുപോലെ തന്നെ മേളത്തെ സൈഡും ഇതുപോലെ മടക്കുക. ഇങ്ങനെ കൈ വെച്ച് ആ 2 ഡോട്ടുകളും അടുത്തടുത്ത് ഇരിക്കണം. അതേപോലെ വെച്ചിട്ട് മേളത്തെ ആ മടക്കും കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. അപ്പൊ മേളിലെ അളവ് കുഞ്ഞതായിരിക്കണം, താഴെ ഇച്ചിരി വലുതായിരിക്കണം. ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് അങ്ങനെ മടക്കിയെടുക്കാം. അച്ഛൻ ശ്രദ്ധിച്ച് മടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കിട്ടണം. ഇതായിരിക്കണം ഔട്ട്പുട്ട്. സോറി, ഇങ്ങനെ വെക്കണം. ഇതായിരിക്കണം ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? അതിനുശേഷം ഈ ചെറിയ ഭാഗം നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ ഇങ്ങനെ വെക്കാം നമുക്ക്. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? അതിനുശേഷം നമുക്ക് ഈ ചെറിയ ഭാഗം നമ്മുടെ അടുത്തേക്ക് വന്നല്ലോ. ആ ചെറിയ ഭാഗത്തിന്റെ അത് ഓർത്ത് വെക്കുക. ചെറിയ ഭാഗത്തിന്റെ അവിടെ ആയിരിക്കണം നമ്മുടെ നേരെ വരേണ്ടത്. അങ്ങനെ മടക്കിയതിന് ശേഷം ഈ ചെറിയ ഭാഗത്തിന്റെ അവിടെ നമുക്ക് കുഞ്ഞതായിട്ട് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്യുക. ചെറിയ ചെറിയ ഫോൾഡിങ്സ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ബട്ടർഫ്ലൈ കാണാനും നല്ല ഭംഗിയായിരിക്കും. നമ്മളൊരു ചെറിയ ഫോൾഡിങ് ഇട്ടിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ടേക്കും ചെറിയ ഫോൾഡിങ്, അതേ അളവില് ചെറിയ ഫോൾഡിങ് ഇടുക. ഓക്കെ, തിരിച്ചും ഇങ്ങനെ ചെറിയ ഫോൾഡിങ് ഇടുക. അങ്ങനെ ഇത് നമുക്ക് മൊത്തത്തില് ഫോൾഡിങ് ഇടാം. ഇനി നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലേ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിനെ നടുക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ മടക്കി കൊടുക്കുക. അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക.
ഇപ്പം ഇങ്ങനെ കിട്ടിയില്ലേ നിങ്ങളുടെ ബട്ടർഫ്ലൈ? ഇനി നമുക്കിതിൽ ഒത്തിരി പണിയും കൂടി ഉണ്ട്. അതായത് നമ്മൾ എടുത്ത ആ ഒരു പേപ്പറിൽ നിന്നും നമുക്ക് കുഞ്ഞ് 2 റിബൺ പീസ് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് ഒരു കുഞ്ഞളവിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ 2 കുഞ്ഞ് പേപ്പറുകൾ, അതായത് നിങ്ങൾക്ക് ഈ കളറിലൊക്കെ റിബൺസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അത് എടുത്താലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ നമുക്കിതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുക്കേണ്ടതിൻ്റെ പേരിൽ ഞാൻ ഈ പേപ്പർ കഷ്ണം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ 2 റിബൺ, അതായത് ഒന്നിച്ചിരി വലുതും ഒന്നിച്ചിരി ചെറുതും എടുത്തോട്ടെ. നമ്മുടെ പൂമ്പാറ്റയ്ക്ക്, ഇന്നലത്തെ പൂമ്പാറ്റയ്ക്ക് ഒന്ന് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു കൊമ്പുണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ കൊമ്പൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു റിബൺ പോലെ നമ്മുടെ പേപ്പർ കുഞ്ഞ് അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ പേപ്പർ ഇങ്ങനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കുകയാണ്. നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക പൂമ്പാറ്റയുടെ കൊമ്പ് വെച്ചാൽ എത്രയും വലിപ്പം വേണമെന്ന്. അതിനനുസരിച്ച് എനിക്ക് ഏകദേശം ഇത്രയും വലിപ്പത്തോളം മതി. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഭാഗം നമുക്ക് ചുരുട്ടി കൊടുക്കുക. അതായത് പൂമ്പാറ്റയുടെ കൊമ്പിന്റെ അറ്റം ഇച്ചിരി ചുരുണ്ടിരിക്കല്ലേ, എന്താ നമുക്ക് ഈ പേപ്പറിന്റെ ഈ ഒരറ്റം ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ചുരുട്ടില്ലേ പേപ്പർ, അതുപോലെ ചുരുട്ടി കൊടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മുടെ പൂമ്പാറ്റയുടെ കൊമ്പ് നമ്മളിങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. പേപ്പർ വെച്ച് തന്നെ ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതായത് പൂമ്പാറ്റ ഉണ്ടാക്കിയപ്പം നമുക്ക് ഭംഗിയുള്ളൊരു ചിറക് താഴേക്ക് വന്നില്ലേ, ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പോർഷനും ആയിരിക്കും. അവിടേക്ക് നമുക്ക് ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അവിടേക്ക് നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ഇച്ചിരി ഫെവിക്കോൾ അപ്ലൈ ചെയ്യട്ടെ. ഞാനിത് ഇച്ചിരി ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു വശത്ത്. എന്നിട്ട് നമുക്ക് ഈ കൊമ്പ് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് സൈഡ് അപ്പുറം ഇപ്പുറം വരുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കുക. കൊമ്പ് ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊമ്പ് ഒട്ടിച്ചതും അല്ലെങ്കിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയല്ലേ, നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പേപ്പർ വെച്ച് ഇവിടെ നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ഇച്ചിരി പശ കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു ഇച്ചിരി ഗം കൂടി തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബാലൻസ് കട്ട് ചെയ്ത് വെച്ച ഈ പേപ്പറില്ലേ, അതവിടേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് അതൊന്ന് ചുറ്റിച്ചെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ കെട്ടില്ലേ അതുപോലെ നടുക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, അതേ പേപ്പർ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളി ഒരു ഫിനിഷിങ് കിട്ടും. ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് മാക്സിമം അടിയിൽ ഫെവിക്കോള് അപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജോയിനിങ് ലാസ്റ്റുള്ള പോർഷൻ നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചിട്ട് ബാക്കി പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമ്മുടെ കൊമ്പിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒട്ടിക്കുന്ന സമയത്തൊക്കെ അതൊന്ന് എന്താ പറയുക, താഴോട്ടൊന്ന് പോവും, തളർന്നു പോകുന്ന പോലെ പോവും. അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചെടുക്കുക. ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് കൊമ്പ് അങ്ങനെ വിരിഞ്ഞ് കിട്ടും. നല്ല അടിപൊളിയായിട്ട് ബട്ടർഫ്ലൈ നമുക്ക് റെഡിയായി കിട്ടും. തിരിച്ചോ മറിച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിതിനെ ഒട്ടിച്ച് വെക്കാം. ഭിത്തിയിലൊക്കെ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഡെക്കറേഷൻ ഐഡിയാസ് ഒക്കെ ചെയ്യുമല്ലോ, ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാം. നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റൊരു ബട്ടർഫ്ലൈയും കൂടി കാണിച്ചു തരാം. ഇതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യണം, അത് ഞാൻ മറ്റേ ബട്ടർഫ്ലൈയിൽ പറയാൻ മറന്നുപോയി. ഈ ഒരു പോർഷൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് താഴേക്കാക്കുക, ചിറകുകൾ ഒന്ന് അടുത്തിരിക്കുന്ന പോലെ വെക്കുക. ഇങ്ങനെ ഒന്ന് ആക്കി കൂടി കൊടുക്കുക. അടുപ്പിക്കേണ്ട ഒരുപാട്, എങ്കിലും അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് റെഡിയായി കഴിഞ്ഞു.
ഓക്കെ, അപ്പൊ ഈ ഒരു ബട്ടർഫ്ലൈ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.